ഇവിടുന്ന് GST വഴി എല്ലാ പണവും കൊണ്ടുവന്നു. സ്റ്റേറ്റിൻ്റെ വിഹിതം എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നു. സ്റ്റേറ്റ് തന്നുകൊണ്ടിരിക്കുന്ന സമ്പത്ത് തരുന്നില്ല. എന്നാൽ സ്വന്തം കാലിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ 10 പൈസ സംസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം പരിശ്രമങ്ങളെല്ലാം പൊളിക്കുക. ഇനി ആരെങ്കിലും രാജ്യാന്തര മേള കാണാൻ വരുമോ? ഏതെങ്കിലും ആൾ സിനിമാ ടൂറിസത്തിൻ്റെ ഭാഗമായി കേരളത്തിലേക്ക് വരുമോ? അടുത്ത പ്രാവശ്യം മേള നടക്കുമോ? എനിക്ക് ആശങ്കയാണ്. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുന്നു. അടിയന്തരമായി കേന്ദ്ര ഗവൺമെൻറ്, ഈ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണം. എല്ലാ സിനിമയും കേരളത്തിൽ കാണാനുള്ള അവകാശം, ഇത് നമ്മുടെ മൗലികമായ അവകാശമാണ്. ആ മൗലികമായ അവകാശത്തെ ഒരിക്കലും ചോദ്യം ചെയ്യുന്നത്. ഇന്ത്യൻ ജനാധിപത്യം എത്ര മാത്രം മാതൃകാപരമാണ് ലോകത്ത്. അതിൻ്റെ ഏറ്റവും വലിയ എല്ലാ വൈവിധ്യങ്ങളും അംഗീകരിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു നടപടി നമ്മുടെ സിനിമയും അതുപോലെ തന്നെ നമ്മുടെ കലാരൂപങ്ങളും നമ്മുടെ വിവിധ സാംസ്കാരിക പ്രവർത്തനങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായത് അങ്ങേയറ്റം വേദനാജനകമാണ്, ദുഃഖകരമാണ്. എല്ലാവരും പ്രതിഷേധിക്കണം. കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഇക്കാര്യത്തിൽ ഇടപെട്ട് അനുവാദം തരണമെന്നാണ്. സിനിമകൾക്കപ്പുറം ഇത് കേരളത്തിനോട് പ്രത്യേകിച്ച് കാണിക്കുന്ന ഇതായിട്ടാണോ? നമ്മുടെ അപേക്ഷ ഡിസംബർ മാസത്തിൽ കൊടുത്തെന്ന് ഞാൻ പറഞ്ഞു. ഒരപേക്ഷയും വൈകിട്ടില്ല. സാധാരണ ചെയ്യുന്ന പ്രോസസ്സാണ്. നമ്മളൊരു മേള കഴിഞ്ഞാൽ അടുത്ത മേളയ്ക്ക് വേണ്ടിയുള്ള സിനിമ ഏതൊക്കെയാണെന്ന് നമ്മൾ പ്രത്യേകമായ സമിതിയെ വെച്ച് പരിശോധിച്ച് കണ്ടെത്തി ആ സിനിമകളെല്ലാം പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്താണ് സെൻസർ പ്രത്യേക എക്സംഷൻ വേണ്ടി കൊടുക്കുന്നത്. ആ എക്സംഷൻ കൊടുത്തതിന് ഒരു ടൈമിംഗും ഇല്ല. പ്രഥമ ദൃഷ്ടിയ തന്നെ ആദ്യം തന്നെ കൊടുത്തപ്പോൾ തന്നെ ഇത് തള്ളിക്കളയുകയാണ്. അപ്പോൾ അത് ബോധപൂർവമാണ്. അപ്പോൾ നമ്മളെല്ലാ വിശദാംശങ്ങളും വെച്ച് കൊടുത്ത് സിനിമയുടെ മഹത്വവും കാര്യങ്ങളും എല്ലാം വെച്ച് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു 154 സിനിമയ്ക്ക് അംഗീകാരം തന്നു. പിന്നെ വീണ്ടും നമ്മൾ കൊടുത്തപ്പോൾ 14 സിനിമയ്ക്ക്, ഇനി 19 തരാൻ കിടക്കും. അല്ല, ഇത് ഒരിക്കലും കൊണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം ഈ വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. ഇനി 19-ാം തീയതി അവസാനിക്കുകയല്ലേ. അതിനിടയ്ക്ക് സിനിമ കാണാനുള്ള അവകാശം നമ്മുടെ രാജ്യത്തെ ഈ നാട്ടിലെ ജനങ്ങളുടെ അവകാശമാണ്. അതിനെ ഒരിക്കലും ചോദ്യം ചെയ്യാൻ പാടില്ല. അത് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് ഇതെല്ലാം. ഇത് നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ അങ്ങേയറ്റം ദുർബലപ്പെടുത്തുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. നമുക്ക് ജനാധിപത്യത്തിൽ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും അല്ലെങ്കിൽ അധികാരമില്ലായ്മയൊക്കെ വരും. പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ജനാധിപത്യപരമായ അതുപോലെ തന്നെ മതേതരപരമായ അല്ലെങ്കിൽ ഫെഡറൽ സംവിധാനം നിന്നുകൊണ്ട് നമ്മൾ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യം നിലനിൽക്കുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ, ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തി കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള വിയോജിപ്പുകളും ഭിന്നിപ്പുകളും രാജ്യത്ത് വളർന്നു വരും. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു മേള, ഇന്ത്യയുടെ ഏറ്റവും വലിയ മേള, ലോകത്തെ തന്നെ എടുത്തു പറയാവുന്നൊരു മേള 10-29 വർഷമാണ്, 30 എഡിഷൻ വന്നു. അത്ര വിജയകരമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വർഷത്തെ പ്രയത്നമാണ് ഒരു മേള എന്ന് പറയുന്നത്. ചെറിയ കാര്യമല്ല. ഇത്രയും സിനിമ കണ്ടുപിടുത്തി ഇത് പരിശോധിച്ച് ഈ മേള ഒരു പരാതിയില്ലാതെ ഞാനിപ്പോൾ അഭിമാനത്തിൽ വന്നത് 5 വർഷം മന്ത്രി എന്നുള്ള നിലയിൽ ഇതിൻ്റെ ആദ്യാവസാനം ഇടപെടുന്ന ഒരാളാണ് ഞാൻ. ചലച്ചിത്ര അക്കാദമി വളരെ ഫലപ്രദമായി അവരുടെ ലീഡർഷിപ്പിൽ ഒരു പരാതിയുമില്ലാതെ കഴിഞ്ഞ കാലങ്ങളെക്കാൾ മെച്ചപ്പെട്ട രൂപത്തിൽ, കഴിഞ്ഞ വർഷത്തെ മേള എന്ന് പറയുമ്പോൾ ഈ വർഷം പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ കുറച്ച് പരിമിതി ഞങ്ങൾക്ക് വന്നു. കഴിഞ്ഞ വർഷത്തെ മേള വ്യത്യസ്തങ്ങളായ ഒട്ടേറെ പ്രോഗ്രാമുകളോടുകൂടിയാണ് ഞങ്ങൾ സംഘടിപ്പിച്ചത്. അത്രമാത്രം ലോകം ശ്രദ്ധിക്കുന്ന ഒരു മേളയെ തകർക്കാൻ, കൈകാര്യം ചെയ്യാൻ ഇതൊക്കെ എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇവരാരെയൊക്കെ ഭയപ്പെടുന്നു, അതിൻ്റെ ഭാഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.